എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 59, 60 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ കഥ എന്ന് പറയുന്നത് സാന്ദീപനിയുടെ ഗൃഹത്തിൽ നിന്ന് അവരുടെ 2 പേരുടെയും അതായത് സാന്ദീപനിയുടെയും പത്നിയുടെയും അനുഗ്രഹത്തോട് കൂടിയിട്ട് ബലരാമനും ശ്രീകൃഷ്ണനും തിരിച്ചു പോന്നു മധുരയിലേക്ക് എന്നാണ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് ആ വരവാണ്, മധുരയിലേക്കുള്ള വരവാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്കാദ്യം ശ്ലോകം ചൊല്ലാം. ശംഖസ്വനാകർണനജാതഹർഷൈഃ പൗരൈഃ പ്രതിഷ്ഠാപിതതോരണാം താം വിവേശ വിശ്വഗ്വിലസത്പതാകാം പുരീം സവേദി സ്ഥിതപൂർണകുംഭാം. ആദ്യം പദച്ഛേദം പറയാം. ശംഖസ്വനാകർണനജാതഹർഷൈഃ പൗരൈഃ പ്രതിഷ്ഠാപിതതോരണാം താം വിവേശ വിശ്വഗ്വിലസത്പതാകാം പുരീം സ വേദി സ്ഥിതപൂർണകുംഭാം. പദച്ഛേദമൊന്നും പറയാനില്ല, പദങ്ങളെ പരിചയപ്പെടാൻ തന്നെയുള്ളൂ. ഇവിടെ പറയണത് എന്താണ്? സഹ എന്ന് പറഞ്ഞാൽ ആ ശ്രീകൃഷ്ണൻ. ശംഖസ്വനാകർണന ജാതഹർഷൈഃ പൗരൈഃ. ശംഖസ്വന ആകർണന ജാതഹർഷൈഃ. ജാതഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം വന്നവരായ, സന്തോഷം കൊണ്ട് മതിമറന്നവരായിട്ടുള്ള പൗരന്മാർ. ആ പൗരന്മാരെ പലതും ഒരുക്കി വെച്ചു. ശ്രീകൃഷ്ണനും ബലരാമനും വരുന്നുണ്ടെന്ന് മനസ്സിലായിട്ട്. അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലായത് എന്നുള്ളതാണ് ആദ്യത്തെ വാക്കുകൊണ്ട് പറയണത്. ശംഖസ്വനാകർണനം. ശ്രീകൃഷ്ണനും ബലരാമനും വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വരണത് ശംഖ് കൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ടാണ്, ശംഖിൻ്റെ ശബ്ദം മുഴക്കിക്കൊണ്ടാണ്, ശംഖ് മുഴക്കിക്കൊണ്ടാണ് മധുരാപുരിയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പം ശംഖിൻ്റെ നാദം കേൾക്കുക എന്നുള്ളത് ഒരു വിജയത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ഒക്കെ ഒരു സൂചകമാണ്. അപ്പോൾ ഇവരുടെ വിദ്യാഭ്യാസവും പഠിപ്പൊക്കെ കഴിഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട്, അനുഗ്രഹ ആശിസ്സുകളോട് കൂടിയിട്ട്, ഗുരുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടിയിട്ടാണ് വരണത് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ കൂടിയിരുന്ന പൗരന്മാരെല്ലാവരും കൂടിയിട്ട് ഇവരുടെ വരവിനെ ഒരു ഉത്സവമാക്കുകയാണ് ഉണ്ടായത്. അതാണ് ശംഖസ്വനം കേട്ടതുകൊണ്ട്, ശംഖിൻ്റെ നാദം കേട്ടതുകൊണ്ട് ജാതഹർഷൈഃ വളരെയധികം സന്തുഷ്ടരായി തീർന്ന പൗരൈഃ പൗരന്മാരാൽ പ്രതിഷ്ഠാപിതതോരണാം വിശ്വഗ്വിലസത്പതാകാം വേദിസ്ഥിതപൂർണകുംഭാം താം പുരീം. അങ്ങനെ അവർ ഈ പൗരന്മാരെന്തൊക്കെയാണ് തയ്യാറാക്കി വച്ചിരിക്കണതെന്നാണ് ഇവിടെ പറയണത്. പ്രതിഷ്ഠാപിത തോരണാം. തോരണങ്ങൾ എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങളാണ്. ഈ ഇലകൾ കൊണ്ടും പൂക്കൾ കൊണ്ടും ഒക്കെ ധാരാളം മാലകളൊക്കെ ഉണ്ടാക്കിയിടുന്ന അതിനെയാണ് തോരണങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും പറയാറുണ്ടല്ലോ, കൊടിതോരണങ്ങളൊക്കെ അണിഞ്ഞു വെക്കുക, അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ അലങ്കരിച്ചു വെക്കുക എന്നൊക്കെ പറയുക. അതുതന്നെയാണ് തോരണങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതായ പൂക്കളും മാലകളും ഇലകളും തളിരുകളും ഒക്കെ ചേർന്നതായിട്ടുള്ള അലങ്കാരങ്ങൾ. അങ്ങനെ തോരണങ്ങൾ നിറയെ തൂക്കിയിട്ടിരിക്കുന്നതായ, വരണ വഴിയിൽ മുഴുവനും കുരുത്തോല, അതുപോലെ തന്നെ പൂക്കൾ, ഇലകൾ, ഇങ്ങനെയുള്ള പല സാധനങ്ങളെ കൊണ്ടും മാലകളൊക്കെ ഉണ്ടാക്കിയിടും. അതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രതിഷ്ഠാപിത തോരണം. പ്രതിഷ്ഠാപനം ചെയ്ത, അലങ്കരിച്ചു വച്ചിരിക്കുന്നതായ തോരണങ്ങളോട് കൂടിയതും. അതുപോലെ തന്നെ വിശ്വഗ്വിലസത് പതാകാം. പതാകകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള പതാകയല്ല, പക്ഷേ ചില ഭംഗിക്ക് വേണ്ടിയിട്ടും അലങ്കാരത്തിന് വേണ്ടിയിട്ടും പല നിറങ്ങളിലുള്ള തുണികളെ കൊണ്ട് പതാകകൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴും ഉണ്ട് ചില നഗരങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മത്സരങ്ങൾ, ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പതാകകൾ ഇങ്ങനെ നിറയെ കുത്തിവെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ പതാകകളാണ്. അതൊക്കെ ഈ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ചുറ്റുപാട് എവിടെ നോക്കിയാലും പറന്നു കളിക്കുന്നതായ, കാറ്റുകൊണ്ട് മന്ദം പറന്നു കളിക്കുന്നതായ പതാകകളോട് കൂടിയതും. അതാണ് വിശ്വഗ്വിലസത് പതാകാം. ഇനി വേദിസ്ഥിത പൂർണകുംഭാം. വലിയൊരു വേദി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെ 2 പേരെയും ആനയിച്ചിരുത്താനും അഭിനന്ദിക്കാനും ഒക്കെ ഒരു വേദി ഒരുക്കിയിട്ടുണ്ട്. ആ വേദിയിൽ പൂർണ്ണകുംഭമൊക്കെ വെച്ചിട്ടുണ്ട്. പൂർണ്ണകുംഭം നൽകിയിട്ടാണ് ആദരിക്കുകയൊക്കെ പതിവുള്ളത്. അപ്പോൾ ആ പൂർണ്ണകുംഭമൊക്കെ സജ്ജമാക്കി പൂക്കളാൽ അലങ്കരിച്ചതായ നിറയെ വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒക്കെ ഒഴിച്ചത് അങ്ങനെയുള്ളതായ കുംഭങ്ങൾ നൽകി പരിപൂർണന്മാരായി തീർന്നു എന്നുള്ളതിൻ്റെ ഒരു
അനുമോദനം അല്ലെങ്കിൽ ഒരു ആശംസ, അതിനു വേണ്ടിയിട്ടാണ് ഈ പൂർണ്ണ കുംഭം നൽകി അവരെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ബാലകന്മാർ പഠിച്ച് വിജയശ്രീലാളിതരായിട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് ആ മധുരാപുരി മുഴുവനും ഇവരെ ഒരുക്കി വെക്കുകയാണ്. അങ്ങനെ പൂർണ്ണ കുംഭമൊക്കെ നിറച്ചു വച്ചിരിക്കുന്ന വേദി എന്ന് പറഞ്ഞാൽ സ്റ്റേജാണ്. ഈ അവരെ ആദരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കി വച്ചിരിക്കുന്നതായ ഒരു മണ്ഡപം. അങ്ങനെ ആ മണ്ഡപത്തോടു കൂടിയ വേദിസ്ഥിത പൂർണ്ണകുംഭം താം പുരിയും, അങ്ങനെയുള്ള പുരിയിലേക്ക് ഇവർ രണ്ടുപേരും പ്രവേശിച്ചു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ, വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ഇവരുടെ കയ്യിൽ ശംഖൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പഞ്ചജനൻ എന്നു പേരുള്ള അസുരനെ കൊന്നിട്ടാണ് പാഞ്ചജന്യം എന്നു പേരുള്ള ശംഖ് ഭഗവാൻ തൻ്റേതാക്കുന്നത്. ആ ശംഖ് ഊതിക്കൊണ്ടാണ്, ശംഖിലൂടെ ശബ്ദം മുഴക്കിക്കൊണ്ടാണ് താൻ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ടാണ് ഭഗവാന്റെ കടന്നു വരവുണ്ടായത്. അത് ആദ്യമേ തന്നെ മധുരാപുരവാസികൾക്ക് മനസ്സിലായി. അവരെല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് ഇവരെ കാത്തു നിന്നു എന്നാണ് 59ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. 60ാമത്തെ ശ്ലോകം നോക്കൂ. അവിടെ സ്ത്രീകളുടെ ആ ഒരു സന്തോഷത്തിനെ പറ്റിയിട്ട് തന്നെയാണ് പറയണത്. കഴിഞ്ഞ ശ്ലോകത്തിൽ സാന്ദീപനി പറയുന്നുണ്ട്, അവിടുത്തെ പുരയോഷിത്തുകൾ കുറേ കാലമായിട്ട് അങ്ങയെ കാണാതെ വിഷമിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ ആ പുരയോഷിത്തുകളെ പറ്റിയിട്ട് തന്നെയാണ് പറയണത്. ശ്ലോകം നോക്കൂ. തം ദൃഷ്ടിനീലോത്പലമാലികാഭിസ്ഫുരാംഗന കേശവമഭ്യവർഷൻ താസാം പുനഃ പാണിസരോജമുക്ത പ്രസൂനവൃഷ്ടി പുനരുക്തിമാപ. പദച്ഛേദം പറയാം. തം ദൃഷ്ടിനീലോത്പലമാലികാഭി പുരാംഗന കേശവം അഭ്യവർഷൻ താസാം പുനഃ പാണിസരോജമുക്ത പ്രസൂനവൃഷ്ടി പുനരുക്തിം ആപ. കഴിഞ്ഞ ശ്ലോകത്തിനേക്കാളും കുറച്ചും കൂടിയും പദച്ഛേദം പറയാനുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അധികം സമസ്ത പദങ്ങളാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന പദങ്ങൾ. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത് എന്ന് പറയാണ്. പുരാംഗനമാരെ പറ്റിയിട്ടാണ് വർണ്ണിച്ച് തുടങ്ങുന്നത്. പുരാംഗനാഹ, പുരത്തിലുള്ള അങ്കനമാരെന്നുള്ളത് കൊണ്ട് പ്രശസ്താനി അംഗാനി യാസാം താഹ അങ്കനാഹ, പ്രശസ്തമായിട്ടുള്ള അംഗങ്ങളോട് കൂടിയവർ. അതായത് സാമുദ്രിക ലക്ഷണപ്രകാരം കണ്ണിന് ഇത്ര വലിപ്പം, അതിനനുസരിച്ച് മൂക്ക്, മൂക്കിനനുസരിച്ച് ചുണ്ട്, അതുപോലെ ശരീരത്തിൻ്റെ മറ്റ് ആകാരങ്ങളൊക്കെ തന്നെ ഏറ്റവും കണക്കനുസരിച്ച് ഉള്ളവർ, അങ്ങനെയുള്ളവരെയാണ് അങ്കനമാരെന്ന് പറയുന്നത്. ലക്ഷണമനുസരിച്ച് ശരീരം ഉള്ളവർ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും അങ്കനമാരെന്നൊന്നും വിളിക്കാൻ പറ്റില്ല. പക്ഷേ പൊതുവെ സ്ത്രീ എന്നുള്ള അർത്ഥത്തിലും അങ്കന എന്ന് പറയാറുണ്ട്. അപ്പോൾ മധുരാപുരിയിലെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ എന്നുള്ള അർത്ഥമെടുക്കാം. അവർ ഭഗവാനെ കണ്ടപ്പോൾ, കേശവനെ കണ്ടപ്പോൾ ആദ്യം എന്താ ചെയ്തത്? ദൃഷ്ടി നീലോത്പലമാലികാഭി തം കേശവം അഭ്യവർഷൻ. ദൃഷ്ടി നീലോത്പലമാലിക. നീലോത്പലമാലിക എന്ന് പറഞ്ഞാൽ, നീലം എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള, നീലവർണ്ണമുള്ള, ഉത്പലമാലിക, ഉത്പലം എന്ന് പറഞ്ഞാൽ ആമ്പലെന്നും താമര എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം നീലത്താമര എന്നുള്ള അർത്ഥം എടുക്കാം. നീലോത്പലമാലിക എന്ന് പറഞ്ഞാൽ നീലത്താമര കൊണ്ടുള്ളൊരു മാല. അത് എറിഞ്ഞു, ഭഗവാന്റെ മേലേക്ക് നീലത്താമര മാല എറിഞ്ഞു എന്നാണ് പറയണത്. അത് പക്ഷേ ശരിക്കുള്ള മാലയായിരുന്നില്ല. പിന്നെ എന്ത് മാലയായിരുന്നു? ദൃഷ്ടി നീലോത്പലമാലിക. ദൃഷ്ടി എന്ന് പറയുമ്പോൾ കടാക്ഷങ്ങൾ കൊണ്ടുള്ള നീലോത്പലമാലിക. അപ്പോൾ ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ ശരീരത്തിലേക്ക് ഓരോ മധുരാപുര യുവതിയും, മധുരയിലെ ഓരോ പുരന്ത്രിമാരും ദൃഷ്ടി കൊണ്ടുള്ള മാലകൾ എറിഞ്ഞു. അതായത് ആപാദചൂടം കുറേ ദിവസമായി കണ്ടിട്ട് എന്നുള്ളത് കൊണ്ട് പലതവണ നോക്കി. അതായത് പരിപൂർണമായിട്ട് ആ സ്നേഹത്തോടും പാരവശ്യത്തോടും കൂടിയിട്ട് പലതവണ നോക്കി. അപ്പോൾ ആ നോട്ടങ്ങളെ മുഴുവനും കോർത്താൽ ഒരു മാലയാക്കാൻ പറ്റും. കണ്ണുകൾ താമരപ്പൂ പോലെയല്ലേ. അപ്പോൾ കണ്ണുകളാകുന്ന താമര കൊണ്ട് ഒരു മാല ഒരുക്കി, കണ്ണുകൾ അല്ലെങ്കിൽ നോട്ടങ്ങളാകുന്ന താമര കൊണ്ട് ഒരു മാലയൊരുക്കി പലതവണ ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ ശരീരത്തിലേക്ക് പുരന്ത്രിമാർ എറിഞ്ഞു. മാല ഇങ്ങനെ മുകളിൽ നിന്നൊക്കെ, അവരിങ്ങനെ കെട്ടിടങ്ങളുടെ മുകളിലും വശങ്ങളിലും ഒക്കെയാണ് നിൽക്കുന്നത്. അവരുടെ നീലോത്പലമാലികയാകുന്ന കണ്ണുകൾ കൊണ്ട്, നോട്ടങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത മാലകൾ ഭഗവാന്റെ ശരീരത്തിലേക്ക് എത്രയോ തവണ വീണു, ധാരാളമായിട്ട് വീണു. അതാണ് തം കേശവം അഭ്യവർഷൻ. കേശവനെ അങ്ങനെ തന്നെ പൂമാലകൾ കൊണ്ട് വർഷിച്ചു. പൂമാലകൾ, ദൃഷ്ടിയാകുന്ന പൂമാലകൾ എത്രയോ തവണ ഭഗവാന്റെ മേലിൽ ചെന്ന് ചാർത്തി. അതിനുശേഷം എന്താ ചെയ്തത്? പുനഃ താസാം പാണി സരോജമുക്ത പ്രസൂനവൃഷ്ടി
പുനരുക്തിം ആപ. അത് കഴിഞ്ഞ് ഈ മധുരാപുരിയിൽ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് കയറിയപ്പോഴേക്കും അവരെല്ലാവരും കൂടിയിട്ട് പുഷ്പവൃഷ്ടിയും നടത്തി. മുകളിൽ നിന്നിട്ട് ശരീരത്തിലേക്ക്, അല്ലെങ്കിൽ താഴെ നിന്നുകൊണ്ടായാലും, താഴെ നിൽക്കുമ്പോൾ ഒരു എറിയുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. മുകളിൽ നിൽക്കുമ്പോഴാണ് താഴേക്ക് വർഷിക്കാൻ പറ്റുക. അപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും കൂടിയിട്ട് പ്രധാന കവാടം കടന്നു വരുമ്പോൾ അതിൻ്റെ മുകളിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്നതായ പെൺകൊടിമാർ അവരുടെ കയ്യിലുള്ളതായ ശരിക്കുള്ള പൂക്കൾ, അതാണ് പുനഃ വീണ്ടും, താസാം അവരുടെ, പാണി സരോജമുക്ത, പാണി സരോജം കൈകളാകുന്ന താമരപ്പൂ. നേരത്തെ കണ്ണുകളെ ആണ് താമരപ്പൂവായിട്ട് പറഞ്ഞത് എങ്കിൽ ഇപ്പോൾ അവരുടെ കൈകളാകുന്ന താമരപ്പൂക്കളിൽ നിന്നും താഴേക്ക് വീണതായ, മുക്തമായ, താഴേക്ക് അവർ വർഷിച്ചതായ പ്രസൂനവൃഷ്ടി, ശരിക്കുമുള്ളതായ പുഷ്പവൃഷ്ടി അതെന്തായിത്തീർന്നു? പുനരുക്തിം ആപ. അതൊരു പുനരുക്തിയെ പ്രാപിച്ചു. ഒരു തവണ പൂവിട്ടതല്ലേ, രണ്ടാമത്തെ വർഷിക്കലായി ഇത്. അപ്പോൾ അത് പുനരുക്തിയായി. ഒരു തവണ കണ്ണുകൾ കൊണ്ട് പൂമാലകൾ എറിഞ്ഞ് കളിച്ചവരാണ്, അവർ കൈകൊണ്ട് പൂക്കൾ വർഷിച്ചു. വളരെ മാംഗളിക സ്വരൂപമായിട്ട്, അല്ലെങ്കിൽ ഭദ്രമായിട്ടുള്ള ഒരു തുടക്കം അതിനു വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും വിദ്യാഭ്യാസവും സമ്പാദിച്ച വിദ്യാസമ്പന്നരായിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ ശിരസിലേക്ക് ഈ കൊട്ടാരക്കെട്ടുകളുടെ മുകളിൽ നിന്നുകൊണ്ട് സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾ പുഷ്പവൃഷ്ടി നടത്തി എന്നർത്ഥം. അങ്ങനെ അവരതൊരു ആഘോഷമായിട്ട് കൊണ്ടാടി എന്നാണ് പറയണത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ശംഖസ്വനാകർണനജാതഹർഷൈഃ പൗരൈഃ പ്രതിഷ്ഠാപിതതോരണാം താം വിവേശ വിശ്വഗ്വിലസത്പതാകാം പുരീം സവേദി സ്ഥിതപൂർണകുംഭാം തം ദൃഷ്ടിനീലോത്പലമാലികാഭിഃ പുരാംഗനാ കേശവമഭ്യവർഷൻ താസാം പുനഃ പാണി സരോജമുക്താ പ്രസൂനവൃഷ്ടിഃ പുനരുക്തിമാപ. അങ്ങനെ ഭഗവാന്റെ തിരിച്ചെഴുന്നള്ളത്താണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.